Hi dear friends, welcome to a new video. This is Hashim with you. How are you really? I hope you are really doing well. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ഒരു കാര്യങ്ങളുടെയും തീവ്രത കൂട്ടി പറയാൻ വേണ്ടിയിട്ട്, അതായത് വളരെ ഉഷാറാണ്, വളരെ ഉഗ്രനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും വെരി 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 എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ എപ്പോഴും നമ്മളിത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ വളരെ ഈസിയാണ്, ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ ഇങ്ങനെ പറയുമ്പോൾ ഈ വെരിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കൂട്ടം പദങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒരുപാട് ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ട്. അവ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെരി എന്നുള്ള പദം എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു പദമാണ്. സാധാരണഗതിയിൽ വെരി എന്ന് പറഞ്ഞാൽ വളരെ എന്നുള്ള അർത്ഥമാണ് എടുക്കാറുള്ളത്. വെരി ഈസി, വെരി സിമ്പിൾ. ഇംഗ്ലീഷ് ഈസ് വെരി സിമ്പിൾ. സ്പീക്കിംഗ് ലൈക്ക് ദിസ് ഈസ് വെരി സിമ്പിൾ. ഇതുപോലെ സംസാരിക്കുക എന്നുള്ളത് വളരെ ലളിതമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അതായത് പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും ഈ വെരി എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. പോസിറ്റീവായിട്ട് പറയുമ്പോൾ വെരി സിമ്പിൾ, വെരി ഈസി, വെരി സിമ്പിൾ, വെരി സ്മൂത്ത്, വെരി തിൻ. ഇനി കഠിനമാണ്, അതായത് നെഗറ്റീവ് സെൻസിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, വെരി ഡിഫിക്കൽട്ട്, വെരി ഹാർഡ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വെരിയുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വെരി കോമ്പറ്റേറ്റീവ് എന്നതിനെ കട്രോട്ട്, വെരി അഗ്ലി, ഹിഡിയസ്, വെരി വിക്ട്, വിലേനിയസ്, വെരി ക്വിക്ക്, സൈലന്റ്, വെരി ഹാർഡ്, ഡിഫിക്കൽട്ട്, വെരി ചീപ്പ്, stingy, very confused, perplexed, very exciting, exhilarating, very nice, kind, very skinny, skeletal, very necessary, essential, very sleepy, lethargic, very thin, gaunt. അപ്പോൾ ഇങ്ങനെയുള്ള വെറി എന്ന് സാധാരണ നമ്മൾ ചേർത്ത് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒറ്റപ്പദങ്ങൾ, വളരെ മനോഹരമായ ഒറ്റപ്പദങ്ങൾ, ഇത്തരം പദങ്ങൾ നമ്മുടെ സംഭാഷണത്തിൽ കൊണ്ടുവരാനായി ശ്രദ്ധിച്ചാൽ definitely you can make your communication very classy. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഫലപ്രദമായിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വെരി എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഏതാനും പദങ്ങളാണ് നമ്മളിതിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരു പദം, അതിൻ്റെ മീനിങ്, അതിനോട് ബന്ധിപ്പിച്ചു വരുന്ന ഒരു ഉദാഹരണം എന്നിവയാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. വെരി കോമ്പറ്റേറ്റീവ്. സാധാരണ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ്, എക്സാമിനേഷനൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ലോകം വളരെ കോമ്പറ്റേറ്റീവാണ് എന്നൊക്കെ പറയും. ദിസ് വേൾഡ് ഈസ് വെരി കോമ്പറ്റേറ്റീവ്, മാർക്കറ്റ് ഈസ് വെരി കോമ്പറ്റേറ്റീവ്. ഇതിനുള്ള വൺ വേർഡ്, ഒറ്റ പദമാണുള്ള കട്രോട്ട് എന്നുള്ള, കഴുത്തറുപ്പൻ എന്നൊക്കെ നമുക്കതിൽ പറയാമെങ്കിൽ പോലും കട്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറയും. കട്രോട്ട്, CUTTHROTH, കട്രോട്ട് കോമ്പറ്റീഷൻ, cutthroat competition. Retail sales is a cutthroat business. Retail sales എന്നുള്ളത് വളരെ മത്സരം നിറഞ്ഞ, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. Retail sales is the cutthroat business. അപ്പോൾ cutthroat competition, cutthroat sale, cutthroat എന്നുള്ള പദമാണ് very competitive എന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പദം വെരി അഗ്ലി. വെരി അഗ്ലി. അഗ്ലി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട, കാണാൻ വലിയ ചന്തമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഹീഡിയസ് എന്ന പദം അതിന് നമുക്ക് പകരമായിട്ട് വെക്കാം. ഹീഡിയസ്, HIDEOUS, ഹീഡിയസ്. A hideous monster attacked the helpless villager. A hideous monster, വളരെ വൃത്തിഹീനനായ, മോൺസ്റ്റർ ഒരു മൃഗഭോജി എന്നൊക്കെ നമുക്ക് പറയാം. A hideous monster attacked the helpless villagers. നിസ്സഹായരായ ഒരു കൂട്ടം ഗ്രാമവാസികളെ ഒരു വളരെ വൃത്തികെട്ട ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു എന്നാണ് പറയുന്നത്. A hideous monster attacked the helpless villagers. അപ്പോൾ very ugly എന്ന പദത്തിന് പകരം hideous എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാം. അടുത്തുള്ള പദം എന്നുള്ളത് very ugly.
വെരി അഗ്ലി എന്ന് പറഞ്ഞാൽ hideous എന്ന് പറയാം. HIDEOUS, hideous. A hideous monster attacked the helpless villager. A hideous അതായത് വൃത്തികെട്ട അല്ലെങ്കിൽ വളരെ വിരൂപിയായ എന്നുള്ളതാണ് അഗ്ലി എന്ന് വെക്കുന്നത്. A hideous monster attacked helpless villagers. വളരെ വിരൂപിയായിട്ടുള്ള ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരജീവി. അറ്റാക്ക് ദ ഹെൽപ്ലെസ് വില്ലേജസ്, നിസ്സഹായരായ ഗ്രാമീണരെ ആക്രമിച്ചു എന്നാണ് പറയുക. hideous, very ugly, hideous. A hideous monster attacked the helpless villagers. Very wicked, villainous. Very wicked എന്ന് പറഞ്ഞാൽ ഭാഗമാവാത്ത, ഇത്തിരി കൂടി വിരൂപയായ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നൊരു പദമാണ് very wicked, villainous. This is a villainous pair of shoes. They have ruined my feet. ഇത് എൻ്റെ കാലിന് ഒരിക്കലും ചേരാത്ത, യോജിക്കാത്ത ഒരു ജോഡി ഷൂ ആണ്. They have ruined my feet. അവ എൻ്റെ കാലുകളെ കേടുവരുത്തി എന്നാണ് പറയുന്നത്, കേടുവരുത്തി. This is a villainous pair of shoes. They have ruined my feet. But very wicked എന്ന് പറയുന്നതിന് villainous. It's a villainous bag. It's a villainous seat. This is a villainous pair of shoes. They have ruined my feet. Very quiet. നിശബ്ദരായിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ ഒക്കെ ക്ലാസ് റൂമിൽ പറയും, quiet please, quiet. Very quiet. Silent please, അങ്ങനെയും പറയാറുണ്ട്, silent please. Very quiet എന്ന് പറഞ്ഞാൽ വളരെയധികം നിശബ്ദത. Silent. Wise men are silent. Fools talk. Wise men are silent. Fools talk. ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ എപ്പോഴും വളരെ നിശബ്ദരാണ്. Fools talk. വിഡ്ഢികളിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മലയാളത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, നുറക്കുടം തുളുമ്പില്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ wise men are silent, fools talk. Wise men are silent, fools talk. ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ എപ്പോഴും വളരെ നിശബ്ദരായിരിക്കും. Fools talk a lot. Fools talk. Very hard. Difficult എന്ന് പറഞ്ഞാൽ കഠിനമായ എന്നർത്ഥമാണ്. DIFFICULT, difficult. The most difficult thing in life is to know yourself. ഇത് ഒരുപാട് മഹാന്മാരായ മനുഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പദം കൂടിയാണ്. The most difficult thing in life is to know yourself. ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യം എന്നുള്ളത് അവനവനെ തന്നെ അറിയുക എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ ബലഹീനതകൾ, അയാളുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ, സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ അറിയുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യം. The most difficult thing in life is to know yourself. Very hard എന്നതിന് പകരമായിട്ട് നമുക്ക് difficult എന്നുള്ള പദം ഉപയോഗിക്കാം. Very cheap, വളരെ മോശമായ എന്നതാണ്. അതായത് വളരെ മോശം രീതിയിൽ, വളരെ പിശുക്കായിട്ട്, വളരെ കുറച്ചൊക്കെ ചിലവഴിക്കുന്ന ചീപ്പ് എന്ന് പറയും. വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിലും ചീപ്പ് ഉപയോഗിക്കാറുണ്ട്. Very cheap. It's very cheap. Cheap. Stingy. He is very stingy about lending money. He is very stingy about lending money. അത് വളരെയധികം പണം ഇങ്ങനെ പിടിച്ച് ചിലവാക്കുന്ന വളരെ പിശുക്കനാണ്, വളരെ കുറച്ച് പണം ചിലവഴിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. He is very stingy about lending money. He is very stingy about lending money. പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ, പണം കൊടുക്കുന്ന കാര്യത്തിൽ അവൻ വളരെയധികം പിശുക്കനാണ്. Perplexed. ഇവിടെ നമ്മളെപ്പോഴും പറയുന്നതാണ് കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊക്കെ പറയുന്ന പാട്ട്. വെരി കൺഫ്യൂസ്ഡ്, വളരെയധികം ആശയക്കുഴപ്പത്തിലായിട്ടുള്ള ഒരു വ്യക്തി. വെരി കൺഫ്യൂസ്ഡ്. അതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് perplexed. His strange behavior perplexed her greatly. His strange behavior perplexed her greatly. അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റം അവളെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കി. So he is perplexed. She is perplexed. They are perplexed
ഇപ്പോൾ വെരി കൺഫ്യൂസ്ഡ്, കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം തന്നെ വളരെ ആശയക്കുഴപ്പമാണ്. വെരി കൺഫ്യൂസ്ഡ് എന്നാണ് വളരെയധികം കുഴപ്പത്തിലാണ്. പസിൽഡ് എന്നൊക്കെ പറയും, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിനെ പെർപ്ലക്സ്ഡ് എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. ഹിസ് സ്ട്രേഞ്ച് ബിഹേവിയർ പെർപ്ലക്സ്ഡ് ഹർ ഗ്രേറ്റ്ലി. വെരി എക്സൈറ്റിംഗ്, ആകാംക്ഷ. എക്സൈറ്റിംഗ്, ഐ എം സൂപ്പർ എക്സൈറ്റഡ്, വെരി എക്സൈറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന പദം എക്സിലറേറ്റിംഗ് എന്നുള്ളതാണ്. എക്സിലറേറ്റിംഗ്, EXHILARATING, exhilarating. Let's check this example, right? We have just got some exhilarating news. We have just got some exhilarating news. നമുക്ക് വളരെ ആകാംക്ഷ ഉളവാക്കുന്ന, ഉദ്ദുംഗത, അതുപോലെ തന്നെ വളരെ ആകാംക്ഷഭരിതരാക്കുന്ന ഒരു കൂട്ടം വാർത്തകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന്. We just got some exhilarating news. So very exciting, exhilarating. Very nice. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഹൃദയമുള്ള, നല്ല ഹൃദയവിശാലത, അങ്ങനെയൊക്കെ അർത്ഥം പറയാം നമ്മൾ. വെരി നൈസ്, ഈസ് എ വെരി നൈസ് ഗായ്, ഈസ് എ വെരി നൈസ് ഫ്ലോക്ക്. Very nice. Kind, KINT, kind. Kind word is never lost. Kind word is never lost. നല്ല വാക്കുകൾ ഒരിക്കലും നഷ്ടമാവില്ല. നല്ലൊരു പഴഞ്ചൊല്ലാണിത്. നല്ല ഒരു കൊട്ടേഷനും കൂടിയാണ്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ അത് ഉപകാരപ്പെട്ടേക്കാം. അതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. A kind word is never lost. Kind, very nice. So instead of very kind, instead of very nice, you can use the very kind or kind. Very skinny, very skinny. Skeletal. Skeleton എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം എന്നതാണ്. Skeletal. Very skinny, അതായത് തൊലിയോടുകൂടി തന്നെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെയധികം മെലിഞ്ഞ, ചുക്കിച്ചുളിഞ്ഞ മനുഷ്യന്മാരെ. ചുക്കിച്ചുളിഞ്ഞ എന്ന് അർത്ഥമല്ല, വളരെയധികം സ്കിന്ന്, തൊലിയോടുകൂടി, എല്ലിനോടുകൂടി തൊലി ഒട്ടിച്ചേർന്ന. Skeletal. She stretched out a skeletal hand. She stretched out a skeletal hand. അവളുടെ കൈ സ്കെലറ്റൽ ആയിട്ടുള്ള, ഏകദേശം നീണ്ടു മെലിഞ്ഞിട്ടുള്ള കൈ പുറത്ത് കാണിച്ചു. She stretched out a skeletal hand, not skeleton, skeletal hand. Very necessary. Necessary എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം, വളരെ ആവശ്യമുള്ള കാര്യം. Very necessary. അത് നമുക്ക് essential എന്ന പദം. Essential. 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 Patience is the essential attribute for a teacher. ക്ഷമ എന്നുള്ളത് ഒരു ടീച്ചർക്ക് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയാണ്. Patience is an essential attribute for a teacher. Very sleepy, വളരെ ഉറക്കം തൂങ്ങിയിട്ടുള്ള, വളരെയധികം ഉറക്കം ബാക്കിയുള്ള ഒരു വ്യക്തി. Very sleepy. അത് നമുക്ക് lethargic എന്ന് പറയാം. Lethargic. I was feeling tired and lethargic. I was feeling tired and lethargic. എനിക്ക് വളരെയധികം ഉറക്കവും ക്ഷീണവും തോന്നിയിരുന്നു എന്ന് പറയാം. I was feeling tired and lethargic. So instead of very sleepy, you can use lethargic. Very thin, very thin. വളരെയധികം കനം കുറഞ്ഞ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ടാബിൻ്റെ ഒക്കെ സൈസ് പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയുമ്പോൾ വെരി തിൻ, അതായത് വളരെയധികം കനം കുറഞ്ഞ. ഗൗണ്ട് എന്നൊക്കെ. ഷീ ലുക്ക്ഡ് ഗൗണ്ട് ആൻഡ് എക്സോസ്റ്റഡ്. ഇപ്പോൾ ഒരു സ്ത്രീയെ നമ്മളിങ്ങനെ കാണണം, അവൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെയധികം മെലിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എന്താ പറയാം? ഷീ ലുക്ക്ഡ് ഗൗണ്ട് ആൻഡ് എക്സോസ്റ്റഡ്. വെരി തിൻ, gowned. She looked gowned and exhausted. Very loved. അപ്പോൾ lovable and adorable എന്ന പദമൊക്കെ ഉപയോഗിക്കും. അപ്പോൾ വളരെയധികം സ്നേഹിക്കപ്പെടുന്ന. Adored. ADORED. Adored.
They adored her as a living goddess. അവര് അവളെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പോലെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. They adored her as a living goddess. Adored. Next word is very noisy. Very noisy എന്ന് പറഞ്ഞാൽ വളരെയധികം ബഹളമുള്ള, വളരെയധികം ശബ്ദകോലാഹലം നിറഞ്ഞ ഒരവസ്ഥയാണ് വെരി നോയ്സി എന്ന് പറയാം. Deafening. He sat down amid deafening applause. He sat down. അദ്ദേഹം ഇരുന്നു. Amid deafening applause. വളരെയധികം കയ്യടികൾ, അതായത് കാതടിപ്പിക്കുന്ന വളരെ ബഹളത്തിൻ്റെ ഇടക്ക് അദ്ദേഹം ഇരുന്നു. He sat down amid deafening applause. Deafening. Very dry. Very dry. അതായത് വളരെ ഉണങ്ങി വരേണ്ട അവസ്ഥ. Parched എന്ന് പറയാം. Parched. Parched. The lack of rain had parched the land. The lack of rain had parched the land. മഴക്കുറവ് ഭൂമിയെ വളരെയധികം വരണ്ട് കീറിയതാക്കി എന്നാണ് പറയുന്നത്. വരണ്ട് കീറിയതാക്കിയിട്ടുണ്ടായിരുന്നു. The lack of rain had parched the land. Very dry. അതായത് ഉണക്കി വരണ്ട് കീറി എന്നൊക്കെ അർത്ഥത്തിൽ നമുക്കൊന്ന് പറയാം. Parched എന്ന് പറയാം. The lack of rain had parched the land. Very cold. Very cold എന്ന് പറഞ്ഞാൽ freezing എന്ന് പറയാം. നിങ്ങൾക്കറിയാം ഫ്രീസർ എന്നുള്ള പദം, റൈറ്റ്? It's freezing cold now. It's freezing cold now. അതായത് ശരീരം മരവിപ്പിക്കുന്ന തണുപ്പാണ് ഇപ്പോൾ എന്ന് പറയാം. It's freezing cold now. Very light. Very light. അതിനെ നമുക്ക് luminous എന്ന പദം ഉപയോഗിക്കാം. Luminous. Luminous. അതായത് പ്രകാശപൂരിതമായ, പ്രഭ, വെളിച്ചം എന്നൊക്കെ അർത്ഥത്തിൽ. Very light. Luminous. Her large dark eyes were almost luminous. അവളുടെ കറുത്ത ഇരുണ്ട കണ്ണുകൾ വളരെ പ്രകാശപൂരിതമായി. Her large dark eyes were almost luminous. So instead of very light, you can use luminous. Luminous. This is the next word. Here's the last word in this segment. Very rich. സമ്പന്നനാവുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും wealthy. 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 He comes from a wealthy family. അദ്ദേഹം വളരെ സമ്പന്നനായ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. He comes from a wealthy family. Wealthy. Very rich എന്ന് പറഞ്ഞാൽ വളരെയധികം ധനാഢ്യരായ, സമ്പാദ്യമുള്ള, വളരെ സമ്പന്നനായ കുടുംബത്തിൽ. Wealthy family. He comes from a wealthy family. This is all about the word. അപ്പോൾ ഇതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ചെയ്തത് very hard, very difficult, very light, very cold, very dry തുടങ്ങിയ പദങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് സമാനമായിട്ടുള്ള സിംഗിൾ പദങ്ങളാണ്. Parched, freezing, luminous, wealthy. So use this word. Definitely you can make your communication more beautiful and more effective. I hope that you have learned so many new words, right? Definitely, which will help you to improve your English, and that will give you a new energy to improve your communication into another level. If you like my videos, do not forget to share with your friends and family members. Definitely, if you really like to brush up your English challenge, so many courses are offering an institution, so you can find the link below, and the customer care executives numbers are there. Definitely you can access our course. You can really improve your communication skills. That's all for you in this audio. Until we meet next time, goodbye.